Hi all friends, welcome to MTM Political Talk. ആദ്യമായി തന്നെ ഈ വീഡിയോ വീക്ഷിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വതന്ത്ര ദിനാശംസകൾ. ഇന്ന് നമ്മുടെ രാജ്യം ഇന്ത്യ സ്വതന്ത്ര സമരത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്താം. ഒരുപാട് കാര്യങ്ങൾ അതേക്കുറിച്ച് പറയാനുണ്ട്. ഒന്നോ രണ്ടോ വീഡിയോകളിലോ ഒതുങ്ങുന്നതല്ല അതിന്റെ തിരിഞ്ഞുനോട്ടം. എന്നാലും നമ്മുടെ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതിന്റെ പിന്നാമ്പുറ കഥകളിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്, ചരിത്രത്തിലേക്കൊന്ന് ഒരു തിരിഞ്ഞുനോട്ടം നടത്തേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ചെറുതായൊന്നും പറഞ്ഞാലും ഒന്നോ രണ്ടോ വീഡിയോകളിൽ ഒതുങ്ങുന്നതോ അല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. അതിന് ഒരുപാട് മഹാരഥന്മാരുടെ, മഹാനേതാക്കളുടെ, ഒരുപാട് ജനങ്ങളുടെയൊക്കെ പ്രയത്നം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇന്ത്യ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിപ്പെട്ടത്. തീർച്ചയായും സ്വാതന്ത്ര്യത്തിന് മുൻപ് വിദേശ വ്യക്തികൾ നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ചത് മാത്രമല്ല, ഒരു മുട്ടുസൂചി പോലും ഉൽപാദനം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ സ്വാതന്ത്ര്യം നേടിയിട്ട് ഇന്നോളം ബഹിരാകാശ യാത്രകൾ വരെ വിജയകരമായി നടത്താൻ ശേഷിയുള്ള രാജ്യമായി നമ്മുടെ നാട് മാറിക്കഴിഞ്ഞു. ഇത് സ്വാതന്ത്ര്യം കാലം മുതൽ ഇന്നേ വരെ നമ്മുടെ രാജ്യത്തിന് നേതൃത്വം നൽകിയ ഭരണാധികാരികൾ ഒക്കെ തന്നെ ഇതിൽ പ്രധാന പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ബ്രിട്ടൻ, ഫ്രാൻസ്, പോർച്ചുഗൽ തുടങ്ങിയ കോളനി ഭരണങ്ങൾക്കെതിരെ നടന്ന സമരങ്ങളെയാണ് പൊതുവെ ഇന്ത്യൻ സ്വതന്ത്ര സമരം എന്ന് വിളിക്കുന്നത്. 1700 തുടക്കത്തിൽ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയുടെ സാമ്രാജ്യത്വ വ്യാപനത്തിനെതിരെ പ്രതിരോധം ആരംഭിച്ചു. 1857 ശിപായി കലാപം, ഒന്നാം സ്വാതന്ത്ര്യ സമരം മുതൽ പ്രസ്ഥാനങ്ങൾ ശക്തിയായി. ഇതാണ് ഇതിന്റെ തുടക്കം. അവസാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വതന്ത്ര സമരത്തിന്റെ മുഖ്യധാരയിലെത്തി. ആദ്യം മിതവാദ നേതാക്കൾ ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ ഇന്ത്യൻ ഡൊമിനിയൻ പദവി വേണമെന്നാവശ്യപ്പെട്ടു. എന്നാൽ ശ്രീ അരവിന്ദോ, ലാൽ പാൽ എന്നിവരുടെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് ശക്തമായ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു. മഹാത്മാഗാന്ധിയുടെ അഹിംസ സത്യാഗ്രഹ മാർഗം, സുഭാഷ് ചന്ദ്രബോസിന്റെ INA പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്നിവ സ്വാതന്ത്ര്യ സമരത്തെ ഉച്ചകോടിയിലെത്തിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ബോംബെ നാവിക കലാപം, INA വിചാരണ തുടങ്ങിയ സംഭവങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അവസാനത്തിന് അന്ത്യം കുറിച്ചു. അവസാനം 1947 ആഗസ്റ്റ് 15 ഇന്ത്യയും അതോടൊപ്പം തന്നെ പാകിസ്ഥാനും സ്വതന്ത്ര രാഷ്ട്രങ്ങളായി. 1950 ജനുവരി 26 ഭരണഘടന പ്രാബല്യത്തിൽ വന്നു. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു. പിന്നീട് 1971 ഇന്ത്യൻ പാക് യുദ്ധത്തിൽ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശായി മാറി. അതും അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ധീരമായ ഇടപെടലാണ് ആ ബംഗ്ലാദേശ് രാഷ്ട്രം രൂപീകരണത്തിലേക്ക് എത്തിയത്. പാകിസ്ഥാനുമായി ഇന്ത്യ ബംഗ്ലാദേശിന് വേണ്ടി യുദ്ധം ചെയ്ത് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായി മാറുകയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ലോകത്തിലെ പല പ്രസ്ഥാനങ്ങൾക്കും പ്രചോദനമായി. നമ്മുടെ സ്വാതന്ത്ര്യ സമരം ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അത് ഒരു പ്രചോദനമായി. അവരും ആ പാത പിന്തുടർന്ന് സ്വതന്ത്രം നേടുന്നതിലേക്ക് അവരും എത്തിക്കഴിഞ്ഞു. ഗാന്ധിജിയുടെ അഹിംസ മാർഗം മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അമേരിക്കൻ സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനങ്ങളെയും നെൽസൺ മണ്ടേലയുടെ വർണ്ണവിവേചന വിരുദ്ധ സമരത്തെയും സ്വാധീനിച്ചു. നെൽസൺ മണ്ടേലയുടെ കഥ നമുക്ക് ഒരുപാട് അറിയാവുന്നതാണല്ലോ. അവർ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ സ്വാതന്ത്ര്യ സമര യാതനകളെ കുറിച്ചും ഒക്കെ നമുക്ക് വായിച്ചും കേട്ടും ഒക്കെ അറിഞ്ഞതുകൊണ്ട് പിന്നെ അതിലേക്ക് കടക്കുന്നില്ല. ഇന്ന് സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ രാജ്യത്തിന്റെ പുരോഗതി ആഘോഷിക്കുന്നു. സൗഹൃദം, സമാധാനം, മതേതരത്വം പാലിച്ച് ഇന്ത്യയെ ഇനിയും ഉയരങ്ങളിലെത്തിക്കാൻ എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ ഒരു അസ്വസ്ഥത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മറ്റുള്ള പല സ്ഥലങ്ങളിലും യുദ്ധങ്ങളും ഭീതികളും, ജനങ്ങൾ കൊല്ലപ്പെടുന്നു, നിരപരാധികളായ ആളുകൾ കൊല്ലപ്പെടുന്നു, ഭവനരഹിതരാകുന്നു. ഇതൊക്കെ മറ്റു രാഷ്ട്രങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ചെറിയ ചെറിയ അസ്വസ്ഥതകൾ നമ്മുടെ രാജ്യത്തും ഇപ്പോൾ പ്രകടമാണ്. ഇതൊക്കെ ഒരു സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക. തീർച്ചയായും നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവരെയും ഒന്നിച്ചും കൂട്ടമായും ഒക്കെ ആഹ്വാനം ചെയ്യാനുള്ളത് ഒരു നല്ല ജനാധിപത്യ രാജ്യം, എല്ലാവരും മതേതരത്വം, സമാധാനം
സന്തോഷവും നിറഞ്ഞ നമ്മുടെ ഒരു രാജ്യം നമുക്ക് പുരോഗതിയിലേക്ക് കടക്കേണ്ടതുണ്ട്. തീർച്ചയായും നമ്മൾ ഇനിയൊന്നും എത്തിപ്പിടിക്കുവാൻ ഇല്ല എങ്കിലും ഇനിയും നമുക്ക് ഒരുപാട് നേടേണ്ടതും നേടിയെടുക്കേണ്ടതുമുണ്ട്. അതിനെല്ലാവരുടെയും കൂട്ടമായ ഒരു പ്രയത്നം ഇവിടെ ആവശ്യമാണ്. മതേതരത്വമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം. നമ്മൾ മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ തമ്മിലടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദുരിതം വരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയാണ്. രാജ്യത്തിന്റെ പുരോഗതി മുൻനിർത്തി എല്ലാവരും കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ നമ്മുടെ രാജ്യവും ദേശീയതയിൽ ഒന്നാം സ്ഥാനത്തെത്തേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ എല്ലാം മുന്നോട്ട് രാജ്യങ്ങളുടെ എല്ലാം ശക്തീകരണത്തിൽ മുന്നിൽ നിൽക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവരുടെയും മുന്നിൽ എത്തണമെങ്കിൽ നമ്മളുടെ കൂട്ടമായ ഒരു പരിശ്രമം ഇവിടെ ആവശ്യമാണ്. തീർച്ചയായും സ്വാതന്ത്ര്യം നേടി ഇന്ന് ഇത്രയും കാലങ്ങളായി നമ്മൾ ഒരുപാട് പുരോഗതി നമ്മുടെ രാജ്യത്തിന് ഇതുവരെ ഉണ്ടായിക്കഴിഞ്ഞു. നമ്മൾ ബഹിരാകാശ യാത്രകൾ വരെ നടത്തുവാൻ പ്രാപ്തമായ ഒരു രാജ്യമായി നമ്മൾ മാറിക്കഴിഞ്ഞു. തീർച്ചയായും ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നേതാക്കന്മാരെയും അനുസ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും, ഇത് നേതാക്കന്മാർക്ക് മാത്രമല്ല സാധാരണ ജനങ്ങളും എല്ലാവരും ഈ സ്വാതന്ത്ര്യ സമരം മുതൽ ഈ നമ്മുടെ രാജ്യത്തിന്റെ ഈ പുരോഗതിക്ക് വേണ്ടി ഈ ഇത്രയും യാതനകൾ സഹിച്ച എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനം വൻ ആഘോഷങ്ങളുടെ ഈ വേളയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ സുഹൃത്തുക്കളിലേക്ക് കൂടി ഷെയർ ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.